മോടെ മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ എനിക്കറിയാം. അർജുനൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നീ അവന് മാപ്പ് കൊടുക്കണം. ഒരു സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത തെറ്റാണ് അമ്മയുടെ മകൻ എന്നോട് കാണിച്ചത്. എനിക്കറിയാം. അതിനൊരു പരിഹാരം വേണ്ടേ കുഞ്ഞെ? ദേ, അർജുനൻ മോളെ വിവാഹം കഴിക്കും. വേണ്ട. ബില്ല് കൊടുത്തുന്ന്. ആര്? അർജുനൻ സാറ്. ആര് പറഞ്ഞു അയാളോട് കൊടുക്കാൻ? ആ മനുഷ്യൻ എന്റെ മകന്റെ ഹോസ്പിറ്റൽ ബിൽ എത്രയാണ് സർ? മടക്കി തരാനാണോ? അതെ. മകന് വേണ്ടി കുറച്ച് പണം ചെലവാക്കാനുള്ള ബാധ്യത എനിക്കുമില്ലേ? ഇല്ല. നിങ്ങൾ എനിക്കും എന്റെ കുഞ്ഞിനെ വേണ്ടി യാതൊരു ഔദാര്യവും കാണിക്കാൻ പാടില്ല. മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെച്ച് ഇറങ്ങിപ്പോവും. എന്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ ആയിരിക്കില്ല ഞാൻ പോകുന്നത്. ഒരു പക്ഷേ മാനഭയം ഓർത്ത് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ കൂട്ടത്തിലാവും ഞാൻ. ബില്ല് എത്രയാണ്? 530 രൂപ. അമ്മ വരുന്ന കണ്ടില്ലേ? മോന്റെ അമ്മ വരുന്ന കണ്ടില്ലേ? ആരാ വരുന്ന നോക്കേ? കല്യാണിയമ്മേ, എന്നെ വിളിച്ചോ? നിങ്ങളുടെ അടുത്ത് ഞാൻ മോനെ ഏൽപ്പിച്ചിട്ട് പോയത് കണ്ടവരുടെയൊക്കെ കയ്യിലെടുത്ത് കൊടുക്കാനല്ല. അവര് ചോദിച്ചു കുഞ്ഞിനെ. അപ്പൊ ആര് ചോദിച്ചാലും നിങ്ങൾ അവനെ കൊടുക്കുമല്ലേ? അല്ല, അത് ഒന്ന് പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ എന്തുണ്ടായി? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ദേ, മറ്റുള്ളവരൊക്കെ കാണും കേട്ടോ. അച്ഛമ്മയുടെ മണിമുത്തേ, മന്ദാരമുത്തേ. വേണ്ട 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 വേണ്ട. വാ മോനെ. ഇല്ല, അവൻ അച്ഛമ്മയുടെ ഇണങ്ങിപ്പോയി. ഞാൻ കുഞ്ഞിനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മോളെ? വേണ്ട. ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട, വാ മോനെ. കരയാ മോനെ. കരയിക്കല്ലേ മോളെ? ഞാൻ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. കരയിക്കരുത്. പനി മാറിയിരിക്കുന്ന കുഞ്ഞാണ്. വീണ്ടും പനി വന്നാൽ കൂടുതൽ മക്കള് വാടാ കുട്ട. ഞാൻ അവനെ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട വേണ്ട, കരയല്ലേടാ മോനെ, കരയല്ലേ. താങ്കുട്ടം കരയല്ലേ. നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? കുഞ്ഞിനെ ഒരുങ്ങി കൊണ്ടിരില്ലേ? ഓടി അവിടുന്ന്. എന്റേതെന്ന് പറയാൻ ആകെപ്പാടെ എനിക്കുള്ളത് എന്റെ മോൻ മാത്രം. എല്ലാവരും കൂടി എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങാണ്. നശിച്ച ജോലി വലിച്ചെറിഞ്ഞ് ഈ നരകത്തിന്ന് പോകാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല.
ഗുഡ് ഈവനിങ് സർ. Good evening. Good evening. എന്താ ഇത്? എന്റെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ. ലതയ്ക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യം? കാരണം ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെടാനുള്ള കാരണം ഞാനാണല്ലേ? എന്നെഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ല, പക്ഷേ എനിക്കിപ്പം കോമൺ സെൻസ് ഉണ്ട്. ഈ ജില്ലയിൽ തന്നെ ആവുമ്പോ എല്ലാവർക്കും മെയിൻ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. എന്താ അങ്ങനെയല്ലേ? എന്ത് വേണമെങ്കിലും ഊഹിക്കാം. ലതയ്ക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം ആര് വേണമെങ്കിലും റെക്കമെൻഡേഷനുമായി വന്നോട്ടെ, ലതയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ തരില്ല. ഞാൻ ലതികയെ വിളിപ്പിച്ചത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ അർജുനന്റെ വിവാഹം ഒരു ചതിയായിരുന്നു. ആദ്യ രാത്രി ബോധം കെട്ടുകിടക്കുന്ന വിഷയം ഞാൻ പരിശോധിച്ചപ്പോഴാണ് അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ആ വിവരം അറിഞ്ഞ അർജുനൻ ആകെ തളർന്നു. ഉഷയെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഉപേക്ഷിച്ചു എന്ന വാർത്ത കേൾക്കാനുള്ള ശക്തി ആ ഹൃദയത്തിലുണ്ടാവുമോ എന്നാണ്. അതിനുശേഷമുള്ള അവന്റെ ജീവിതം നമുക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിട്ടും അവനൊരു ബാച്ചലറായി. ഡോക്ടർ കൂട്ടുകാരന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കായിരിക്കും. നടക്കാൻ പാടാത്ത എല്ലാം നടന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടെന്താ കാര്യം? സത്യത്തിലൊരു കാര്യം പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ പലരും അവനോട് ഒരു രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ ലതികയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു. അകത്തോട്ട് വരാമോ? ആരെ കാണിക്കാനാണ് ഈ ജാടയല്ല? നിന്റെ കഥയെല്ലാം ഇന്ന് നാട്ടിൽ പാട്ടാണ്. ഞാൻ വന്ന ശേഷം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി പലയിടത്തും തിരക്കി. വെറുതെ കാണാനല്ല, നിന്നെയും അവനെ കൊന്നിട്ട് എനിക്ക് മരിക്കാൻ. സീത
ഒരു വേശ്യയുടെ സന്നദ്ധയാണെങ്കിലും ഈ കുഞ്ഞിനെ ഓർത്ത് ഞാനിപ്പോ പോകുന്നു. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. ലിജി, വിട്. വിടാനാ പറഞ്ഞത്? നിങ്ങളാ പറഞ്ഞു വിടും. എന്നെ തടയുന്നു. എന്താണെന്ന് പറയുന്നത്? ഞാനും ലതികയായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലായിരുന്നോടാ? അറിയാമായിരുന്നു. എന്നിട്ടാണോടാ റാസ്കൽ? നല്ല പാർട്ടികളാ. എവിടെയായിരുന്നു ഇതുവരെ? എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നു. വിവരറിഞ്ഞ ചീഫിനെ ഇന്നലെ രാത്രി ആരോ കടപ്പുറത്ത് വെച്ച് ആക്രമിച്ചെന്ന്. മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിലാക്കിയത്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാ. സമയമായി. പെട്ടെന്ന് കേറിക്കോ. ഒന്ന് വേഗം കേറുക. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലമ്മേ. 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. മാറിക്കോളൂ. യെസ്, കം ഇൻ. എല്ലാവരും ഉണ്ടല്ലോ. സംഭവം എങ്ങനെയാണെന്ന് നിനക്ക് തീരെ ഓർമ്മയില്ലേ? പെട്ടെന്നുണ്ടായ അറ്റാക്ക് അല്ലേടാ. ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോ? അവര് മോക്കമൊക്കെ മറിച്ചിരുന്നു. ലതികെ, കുഞ്ഞിന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖായിരിക്കുന്നു. എന്ത് വിവരമില്ലായ്മയാണെന്നറിയാമോ ശ്രീയേട്ടൻ ചെയ്തത്? വിധി മാറ്റിയെഴുതാൻ ശ്രീയേട്ടന് കഴിയൂ. നിങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കാം, ആവേശം കൊള്ളാം. പക്ഷെ എനിക്ക് ജീവിച്ചല്ലേ ഒക്കൂ. എന്റെ മോന് വേണ്ടിയെങ്കിലും. ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും ശ്രീയേട്ടന്റെ പേര് പറഞ്ഞില്ല. അറിയപ്പെടാത്ത കുറെ ആളുകൾ അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്.
മോളെ, മോന് ഞാനൊരു അരഞ്ഞാണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് കെട്ടിക്കോട്ടെ? മോനെ, മക്കളെ. ആ മോളെ, അർജുനനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ മോളെ അവൻ രക്ഷപ്പെട്ടത്. ഏത് പരമദ്രോഹിയാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത്. അർജുനന് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ? നമസ്കാരം. അർജുനൻ ഉണ്ടല്ലോ, വരൂ. അർജുന, അകത്തേക്കിരിക്കാം. ആ, ശ്രീകുമാർ ഇരിക്കൂ. അർജുനൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതികയുടെയും മനോവേദനയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നുള്ളൂ. ശ്രീയേട്ടൻ, ഞാൻ അർജുന്റെ വീട്ടിൽ പോയിരുന്നു. മോനെ വിട്ടുകൊടുത്തേ. വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗ്രേസി, മോനെ ഒന്ന് നോക്കാവോ? ഞാൻ ഇപ്പൊ വരാം. മോനെ, കൊല്ലാൻ ശ്രമിച്ചവനോട് പക തോന്നാത്ത മനുഷ്യൻ വലിയവനാണ്. അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി. അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല, മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം. അർജുനൻ നല്ലവനാണ് ലതി. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആ മനുഷ്യനാണ്. പക്ഷെ അതിന് പരിഹാരം ചെയ്യാൻ അർജുനൻ തയ്യാറാണെങ്കിലോ? ശ്രീയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ ഇനിയൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ, അത് പോട്ടെ. ഞാൻ ഈ 15-ാം തീയതി തിരിച്ചു പോകും. അതിനു മുമ്പായി എന്റെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അമ്മ തിരക്ക് പിടിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയുമാണ്. എനിക്ക് ലതിയോടൊരു അപേക്ഷയുണ്ട്. നീ വന്നു വേണം എന്റെ വിവാഹം നടത്തി തരാൻ, എന്റെ പെങ്ങളെ പോലെ. നീ വരില്ലേ?